കഴിഞ്ഞ 10-12 ദിവസമാണ് ഏകദേശം റിബൽ ഗ്രൂപ്പ് സിറിയയിൽ അലപ്പോ എന്ന് പറഞ്ഞ് സിറ്റി കയറി പിടിക്കുന്നത്. അതിനുശേഷം ഞായറാഴ്ച രാവിലെ 4 മണിക്ക് ഡമാസ്കസ് കയറി പിടിക്കുന്നു. അലപ്പോവിന് ശേഷം മറ്റോള ഹാം എന്ന് പറഞ്ഞൊരു സിറ്റി, മറ്റൊരു സിറ്റി ഡറെ അൽ സലാം എന്ന് പറഞ്ഞ സിറ്റി പിടിച്ച ശേഷം അവർ രാവിലെ 4 മണിയായപ്പോൾ ഡമാസ്കസ് പിടിച്ചു, കർഫ്യൂ പ്രഖ്യാപിച്ചു. അപ്പം അതിനകത്ത് മേജറായിട്ടൊരു ഡെവലപ്മെൻറ്റ് ഇന്നലെ ഇൻ്റർനാഷണൽ മീഡിയ അത് ഇസ്രായേലും സമ്മതിച്ചു. ഈ മൂവ്മെൻ്റ് നടക്കുന്ന സമയത്ത്, അതായത് റിബൽ മൂവ്മെൻ്റ് അലപ്പോ പിടിച്ചു കഴിഞ്ഞ് മുന്നോട്ട് പോകുന്ന സമയത്ത് ഇസ്രായേലിൻ്റെ വെസ്റ്റേൺ സെക്ടറിൽ കിടന്നിരുന്ന സിറിയ വലിയൊരു ബോർഡറാണ്, ഗൊലൻ ഹൈറ്റ്സ് ഒക്കെ പറയുന്ന സംഭവം. അപ്പോൾ അവിടുന്ന് ഇസ്രായേൽ സൈന്യം 60 കിലോമീറ്റർ അകത്തോട്ടങ്ങ് കയറി. അകത്തോട്ട് കയറിയിട്ട് കോൺട്രിയ എന്ന് പറഞ്ഞൊരു സിറ്റിയുണ്ട്. ഈ സിറ്റിക്ക് പ്രാധാന്യമുണ്ട്. ഒരു ഏൻഷ്യൻ്റ് സിറ്റിയാണ്. അത് ഇസ്ലാമിലൊക്കെ ബൈബിളിലൊക്കെ പറയുന്ന ഒരു സിറ്റിയാണ് ഈ പ്രദേശം. അപ്പം അവിടെ ഏറ്റവും കൂടുതൽ സുന്നി മുസ്ലിങ്ങളാണെങ്കിലും അതിൻ്റെ പകുതിയോളം വരുന്നുണ്ട് അവിടെ ഡ്രൂസ് എന്നും പറഞ്ഞ് മറ്റൊരു മുസ്ലിം കമ്മ്യൂണിറ്റി. അവർക്ക് ഈ സുന്നി ഷിയയുമായിട്ടൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല. വ്യത്യാസം വെച്ചാൽ അവർ വ്യത്യസ്തമായൊരു വേറൊരു ട്രൈബാണ് ഇസ്ലാമിനകത്തുള്ളതിന്. പക്ഷേ ഇവർ ഈ പറയുന്ന ബിലീഫ്സിൽ വിശ്വസിക്കുന്നവരല്ല ഇവർ. പിന്നീട് അവിടെ ക്രിസ്ത്യൻ മൈനോറിറ്റി ഉണ്ട്. അപ്പോൾ ഈ മനസ്സിലാക്കേണ്ടത്, ഈ ഭാഗത്ത് താമസിക്കുന്നവർ സംസാരിക്കുന്ന ഭാഷ അറാമിക്കാണ്. അറാമിക് എന്ന് പറയുന്ന ഭാഷ ജീസസ് ക്രൈസ്റ്റ് സംസാരിച്ചു കൊണ്ടിരുന്ന ഭാഷയാണ്. അവിടെയുള്ള സുന്നികളും സംസാരിക്കുന്നതും ഡ്രൂസും സംസാരിക്കുന്നത്, അതേപോലെ തന്നെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി സംസാരിക്കുന്ന ഭാഷ ഏതാണ്. അപ്പം ഈ 6 ഡേ വാർ സമയത്ത് ഇസ്രായേൽ ശരിക്കും ഇവിടെ കയറി അടിച്ചു. അപ്പം അതിനുശേഷം പിന്നീട് അങ്ങോട്ട് വലിയ ടെൻഷനും പ്രശ്നം, ഗോലൻ ഹൈറ്റ്സിൻ്റെ ഇഷ്യൂവും, അതേപോലെ ഇൻ്റർനാഷണൽ ഒരു മോണിറ്ററി ബോഡി, ഒരു ഗവേണൻസ് ഭരണമാണ് ഈ സിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നത്. ഏകദേശം 1.5 ലക്ഷം പേരുണ്ടായിരുന്ന സിറ്റിയിൽ ഇപ്പോഴും ഏകദേശം 1 ലക്ഷത്തിനടുത്തുള്ള ആളുകൾ, കാരണം ഒത്തിരി പേര് അവിടുന്ന് ഡിസ്പ്ലേസ്ഡ് ചെയ്തു പോയി ടെൻഷൻ കാരണം. ഈ സമയത്ത് ഇസ്രായേൽ ഇത് കയറി അങ്ങ് പിടിച്ചു കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് അവിടെ റെസിസ്റ്റ് ചെയ്യാൻ ആരുമില്ല. കാരണം അവിടെ പോലീസ് പോലും ഇല്ലാത്ത ഒരു ഭാഗമാണ് ഈ സിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട്. കാരണം സിറിയയുടെ പട്ടാളക്കാർ അവിടെ ഇല്ല. അതേപോലെ തന്നെ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഗവർണറേറ്റ് ആണ് അവിടെ ഭരണം നടത്തുന്നത്. ഇപ്പോൾ യുണൈറ്റഡ് നേഷൻ ഈ ഗോലൻ ഹൈറ്റ്സിൻ്റെ ഡിസ്പ്യൂട്ടൊക്കെ അതിൻ്റെ പേരിൽ സ്ഥിരമായിട്ട് മോണിറ്റർ ചെയ്യുന്ന സ്ഥലവും കൂടിയാണ്. ഇത് കയറി ഇസ്രായേൽ പിടിച്ചു കഴിഞ്ഞപ്പോൾ ഉണ്ടായ സംഭവം, ഇസ്രായേൽ പറയുന്നത് ഇത് ബഫർ സോൺ എന്നാണ് ഈ സംഭവത്തിന്. അതായത് ഈ പറയുന്ന സിറിയ നാളെ പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിലോ, അല്ലെങ്കിൽ ഇപ്പോഴവിടെ അധികാരം പിടിച്ചെടുത്തിരിക്കുന്ന റെബൽസ് HTS ഒരു പ്രശ്നം, ഇപ്പോൾ 60 കിലോമീറ്റർ അകത്തോട്ടങ്ങ് കയറി കംപ്ലീറ്റ് ബോർഡർ ഇവരങ്ങ്, ഈ ടാങ്ക് ഉൾപ്പെടെയാണ് അകത്തോട്ട് കയറിയിരിക്കുന്നത്. ഈ പറയാൻ പോകുന്നൊരു വസ്തുതയെന്ന് പറയുന്നത്, അപ്പോൾ അതിൻ്റെ അകത്തുണ്ടായിരുന്ന അവിടെയും ചെറിയ ബോംബിംഗ് ഒക്കെ നടത്തിയെന്നാണ് അറിയുന്നത്. പക്ഷെ ഇപ്പോഴാണ് ഈ വാർത്തയെല്ലാം പുറത്തു വരുന്നത്. കാരണം ഈ 10 ദിവസം ഈ ലോക മീഡിയയും ഗ്ലോബലായിട്ട് എല്ലാവരും നോക്കിക്കൊണ്ടിരുന്നത് സിറിയയിലാണ്. അതായത് ഡമാസ്കസ് ആണെങ്കിലും അലേപ്പോ ആണെങ്കിലും ഹാം സിറ്റി ആണെങ്കിലും ഡറെ സലാം ആ സിറ്റിയിലോട്ട് നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് ഇവിടെ ഒരു മൂവ്മെൻ്റ് ഉണ്ടായ കാര്യം ഗ്ലോബലായിട്ട് ആരും അത് റിപ്പോർട്ട് ചെയ്തില്ല. കാരണം അതിന് സിഗ്നിഫിക്കൻസ് ആയിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് ഈ സിറിയയും അതിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. ഇപ്പോൾ ഗോലൻ ഹൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഇസ്രായേൽ സെറ്റിൽമെൻറ്റ് നടത്തിയതിനെ പറ്റിയൊക്കെ വലിയ വിവാദവും കോൺട്രവേഴ്സിയും ഒക്കെ ആയതാണ്. പക്ഷെ ഉണ്ടായ സംഭവം നിങ്ങൾ മനസ്സിലാക്കുക, ഒക്ടോബർ 7 ശേഷം അന്ന് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞാണ് ജിയോ പൊളിറ്റിക്സും അതേപോലെ തന്നെ ജിയോഗ്രഫി, അതായത് മിഡിൽ ഈസ്റ്റ് ഏഷ്യയുടെ ജിയോഗ്രഫി ഞങ്ങൾ മാറ്റും. ഒരു ഭാഗത്ത് ലെബനനിൽ കയറി, തെക്കൻ ലെബനൻ അവരുടെ കസ്റ്റഡിയിലായി. അവിടെ സിറിയൻ സൈന്യമോ ഹിസ്ബുള്ളയോ ആരും അവിടെ പ്രവേശിക്കാൻ പാടില്ല. അവിടുന്ന് പോയവരും തിരിച്ചവിടെ വരരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോഴത്തെ കരാറനുസരിച്ച്. കാരണം സീസ്ഫയറിൻ്റെ ഫസ്റ്റ് എഗ്രിമെൻ്റ് അതാണ്. എന്നാണ് ഇവിടെ താമസിക്കാൻ വരുന്നതൊക്കെ അവർ പിന്നീട് പറയാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് നോക്ക്, വെസ്റ്റ് ബാങ്ക് മുഴുവൻ അവർ അനക്സേഷനായിട്ട് പിടിച്ചെടുത്തു. അതേപോലെ ഗാസ ഒന്നുമല്ലാതാക്കി. അതായത് ഓരോ വാറ് കഴിയുമ്പോഴും ഒരു ചരിത്രമാണ്. ഇസ്രായേൽ എന്ന് പറഞ്ഞ ചെറിയ രാജ്യം എക്സ്പാൻഡ് ചെയ്യും. ഇപ്പോൾ ആരെയും പൊട്ടത്തരം കാണിക്കുന്നത്, ഇതാണ് ചോദ്യം. അപ്പം അതിനെ അനുകൂലിക്കുന്ന വലിയ സോഷ്യൽ മീഡിയയിലും യൂട്യൂബേഴ്സ് ഇവിടുത്തെ സാറ്റലൈറ്റ് സംഭവങ്ങളൊക്കെ വലിയ കാര്യങ്ങൾ പറയുമ്പോഴും എന്താണ് ഈ ഗ്രൗണ്ട് റിയാലിറ്റി? അതായത് ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം പെട്ടെന്ന് വീണ്ടും എക്സ്പാൻഡ് ചെയ്യുക. അതായത്
തോൽപ്പിക്കാൻ പറ്റാത്ത ഒരു രാജ്യമായിട്ട് മാറുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ലെബനിൽ എത്ര റെസിസ്റ്റൻസ് ഉണ്ട്? ഒരു റെസിസ്റ്റൻസും കാര്യമായിട്ടുണ്ടായില്ല. ഈ ഗാസയിലുണ്ടായിരുന്ന റെസിസ്റ്റൻസ് പോലെ ലെബനൻ എന്ന് പറഞ്ഞ രാജ്യത്ത് ഹിസ്ബുള്ളയ്ക്കും അവിടുത്തെ ലെബനൻ രാജ്യത്തിനും ചെയ്യാൻ പറ്റിയില്ല. അപ്പം അവിടുന്ന് പിന്നെ സിറിയയിൽ ഹിസ്ബുള്ളയെ ബോംബ് ചെയ്തു. അപ്പോൾ ഇന്നലെ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, ഏതായാലും അവിടെ റിബൽസ് പിടിച്ചു കഴിയുമ്പോൾ ഞങ്ങളുടെ ഒരു സംഭാവന റിബൽസ് മറക്കരുത്, അതുപോലെ സിറിയൻസ് മറക്കരുത്. കാരണം ഇവരെ ബോംബ് ചെയ്തതിൻ്റെ പേരിലാണ് അവരിങ്ങോട്ട് വന്നത് ഇത് പിടിക്കുകയും ചെയ്യുന്നത്. അതാണ് ഈ പൊട്ടത്തരവും മണ്ടത്തരവും ഈ കാണിക്കുന്നത്. ഈ മത തീവ്രതയ്ക്കകത്തുള്ള പ്രശ്നമാണ്. അപ്പോൾ ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോഴേ ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യത്തെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഈ രാജ്യം എന്തൊക്കെ ചെയ്യാൻ സാധിക്കും, ആരൊക്കെയാണ് ഇതിനെ പിന്തുണയ്ക്കുന്നത്. എല്ലാ പൊട്ടത്തരവും എടുത്തു ചാടി അവസാനം ഇറാനും പോയി. ഇറാൻ്റെ സ്ഥിതി ആലോചിച്ചിട്ടുണ്ട്. ഇറ്റ്സ് എ ടു ബാഡ് സിറ്റുവേഷൻ. വേറൊരു വീഡിയോയ്ക്കകത്ത് അൽ ജസീറ ചാനലിലെ ഒരു പൊളിറ്റിക്കൽ അനലിസ്റ്റ് ഉണ്ട്, മാർവ ബിഷാനി. അപ്പം അദ്ദേഹം കൊടുത്തൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട് ഇന്നലെ രാത്രിയിൽ. ഇത്രയും നാൾ ഇപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്യാം. കാരണം എന്താണ് അൽ ജസീറ ചാനൽ പറഞ്ഞുകൊണ്ടിരുന്നത്? കഴിഞ്ഞ ഒരു ദിവസം കൂടെ അൽ ജസീറ കംപ്ലീറ്റ് അങ്ങ് മാറി. അതാണ് ബേസിക്കലി ഈ ഫോർകാസ്റ്റ് ചെയ്യണം. ഒരു വാർ ഉണ്ടായി കഴിയുമ്പോൾ, അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടായി കഴിയുമ്പോൾ അവിടെ ഉണ്ടാക്കുന്ന സാഹചര്യങ്ങൾ ഏതൊക്കെ രീതിയിലാണ് മാറാൻ സാധിക്കുന്നത്. കാരണം ഡോമിനേറ്റ് ചെയ്യും. വാർ എന്ന് പറഞ്ഞ എയർ വാർഫെയർ ആണ് ഡോമിനേറ്റ് ചെയ്യുന്നത്, ടെക്നോളജിയാണ് ഡോമിനേറ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ എന്തു കുന്തോ ഉണ്ടെങ്കിൽ തന്നെയും ഈ സാധനങ്ങളിൽ ഒളിച്ചു വെക്കാൻ സ്ഥലം വേണ്ടായോ? മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റാണ്. അതാണിപ്പോൾ സിറിയയിൽ സംഭവിച്ചത്. കാരണം ആ രാജ്യം തന്നെ ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്യുന്ന സ്ഥിതിയിലോട്ടായി കഴിയുമ്പം ഇസ്രായേൽ ആ ഗോലൻ ഹൈറ്റ്സിന് ആ കോൺട്രിയ എന്ന് പറഞ്ഞ സിറ്റി കയറി പിടിച്ചു. ആ പിടിച്ച സിറ്റിക്കും പ്രാധാന്യമുണ്ട്. കാരണം അവിടെ സിറ്റിക്കകത്തുള്ളൊരു ബേസിക്കലി അവിടെ ഒരു ഏൻഷ്യൻ സിറ്റി എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് അവിടെ ഇസ്ലാമുണ്ട്, സുന്നി ഇസ്ലാമുണ്ട്. ഡ്രൂസ് എന്ന് പറഞ്ഞ മറ്റൊരു ട്രൈബ് ഇസ്ലാമുണ്ട്. അത് ഷിയ അല്ല, സുന്നിയല്ല, അത് കർഡിഷ് പോലൊരു സംഭവം ഗ്രൂപ്പാണിത്. അപ്പം ഇവരെല്ലാം സംസാരിക്കുന്ന ഭാഷ അറാമിക്കാണ്. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലിന് ആ സാധനം ഗെയിൻ ചെയ്യാൻ പറ്റും. അതായത് വാറിൻ്റെ അവസാനം ആലോചിച്ച് നോക്കുക, ഒരു വർഷം കഴിയുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഡോമിനേറ്റ് ചെയ്തു ഈ സംഭവങ്ങളൊന്നും. അതാണ് ഈ സിറിയയുടെ ഈ ഭാഗം. അല്ലെങ്കിൽ 60 കിലോമീറ്റർ ഒരു രാജ്യത്തിൻ്റെ അകത്തോട്ട് കയറി ആ ഭൂപ്രദേശം മുഴുവൻ പിടിച്ചെടുക്കുക എന്ന് പറയുന്നത് അത്ര നിസ്സാര കാര്യമല്ല. അതായത് അവർക്ക് ചുറ്റുമുള്ള എനിമീസ് മുഴുവനും ഈ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഇല്ലാതായിപ്പോയി. ഇതാണ് ഒക്ടോബർ 7 കാണിച്ച ഏറ്റവും വലിയ പൊട്ടത്തരം. അതിനെ സപ്പോർട്ട് ചെയ്ത് കേരളത്തിലെ കുറച്ച് സുഡാപ്പി മീഡിയ ഭയങ്കര താളമടിക്കുമല്ലായിരുന്നു. ഇതൊക്കെ ഞാൻ അന്നേ പ്രെഡിക്റ്റ് ചെയ്ത് പറഞ്ഞു, ഇതൊന്നും ഒരു ട്രെയിൻഡാണ് ഈ ഫോഴ്സ് ഇസ്രായേൽ എന്ന് പറയുന്നത്. അപ്പം അവരോട് ഈ പറയുന്ന ഗിമിക്സ് ഒന്നും കാണിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇപ്പം കണ്ടോ ഗാസയിൽ അറ്റാക്ക് ചെയ്യുന്നത് കണ്ടോ, ഹൊറബിളായിട്ട് കയറിയിട്ട് അമേരിക്ക ആരും ചോദ്യം ചെയ്യാനില്ല. ഇസ്രായേലിൽ ഇപ്പോൾ ലോകത്ത് എവിടെയും പോയി ബോംബ് ചെയ്യും, ആ സ്ഥിതി ഉണ്ടാക്കി കൊടുത്തു. അതാണ് ഹമാസ് കൊടുത്ത ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ.